അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഡൊമൈന് പർച്ചേസ് ചെയ്യണം. അതായത് www എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് പർച്ചേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടാണ് ആ സൈറ്റിൽ നിന്ന് 1 ഇയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഫ്രീ നോം എന്ന് സെർച്ച് ചെയ്യാം. freenom.com എന്നൊരു സൈറ്റാണ്. ഈ freenom.comൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സൈറ്റാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഈ സൈറ്റിൽ നിന്ന് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും ചില ഡൊമൈനുകൾ ലഭിക്കൂല. ഉദാഹരണത്തിന് ഇതിൽ നിന്ന് കിട്ടുന്നത് .tk .ml എന്നുള്ള രീതിയിലുള്ള ഒരു വെബ്സൈറ്റുകളായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് .ml എന്നുള്ളത് അവസാനം വരുന്ന, അതായത് .comന് പകരം .ml എന്ന് വരുന്ന ഒരു വെബ്സൈറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നതിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് .ml എന്നുള്ള ഒരു ഡൊമൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ VPN സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് റിയൽ ആയിട്ടുള്ള അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാറുണ്ട്, ചില സമയങ്ങളിൽ കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു US അഡ്രസ് ആണ് പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഒരു VPN കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഗൂഗിളിൽ പോയിട്ട് ഒരു ഫേക്ക് US അഡ്രസ്സും വേണം. അതും ഇവിടെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാം. ഇത് ഏറ്റവും മുകളിലുള്ള ഫേക്ക് അഡ്രസ് ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രീ നോമിൽ നമുക്ക് വേണ്ട ഡൊമൈന് അവൈലബിൾ ആണോ എന്നുള്ളത് ഇവിടെ നിന്നും ചെക്ക് ചെയ്യാം. ഇതിൽ ചെക്ക് അവൈലബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഡൊമൈനുകൾ അവൈലബിൾ ആണ്. .tk .ml .ga എന്നിങ്ങനെയുള്ളതുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്നത് .ml ആണ്. ഇതിൽ ഇവിടെ നിന്ന് ഗെറ്റ് ഇറ്റ് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗ്രാഫിക്സ് പ്ലാനറ്റ് .ml എന്നുള്ള ഒരു ഡൊമൈന് നമുക്ക് ഇവിടെ നിന്നും 12 മാസം വരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നും 12 months ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ താഴെ എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വെരിഫൈ മൈ ഇമെയിൽ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ മെയിലിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാകും, വെരിഫിക്കേഷൻ ലിങ്ക് വന്നിട്ടുണ്ടാകും. ആ വെരിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി അടുത്തത്, ഇനി ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു US അഡ്രസ്സാണ്. നമുക്ക് ഈ ഡൊമൈൻ പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് റിയൽ ആയിട്ടുള്ള അഡ്രസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇവിടെ നെയിം കോപ്പി ചെയ്യാണ്. ഇനി ഇവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് ഓർഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താങ്ക് യു ഫോർ യുവർ ഓർഡർ, യു വിൽ റിസീവ് എ കൺഫർമേഷൻ ഇമെയിൽ ഷോർട്ട്ലി എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ VPNും അതുപോലെ തന്നെ ഈ ഫേക്ക് US അഡ്രസ്സും യൂസ് ചെയ്യാതെയാണ് റിയൽ ആയിട്ടുള്ള അഡ്രസ്സ് കൊണ്ടാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് അറ്റൻഷൻ എന്ന് എഴുതിയിട്ട് അതിന് താഴെ ഇത് നിങ്ങൾക്ക് ലഭിക്കൂല, അത് ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. ഇനി നമുക്ക് നമ്മുടെ സർവീസസിന് താഴെ മൈ ഡൊമൈൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളൊരു ഡൊമൈന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഹോസ്റ്റിംഗ് സ്പേസ് രജിസ്റ്റർ ചെയ്യണം.
സാധാരണ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളും നമ്മൾ ചെയ്യുന്ന സമയത്ത് ബ്ലൂ ഹോസ്റ്റ് എന്നുള്ള അതുപോലെയുള്ള സൈറ്റുകളൊക്കെയാണ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഫ്രീനോ ഉപയോഗിച്ച പോലെ തന്നെ ഗോഡാഡി എന്നുള്ള സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡൊമൈന് .com എന്നുള്ള മറ്റുള്ള ഡൊമൈനുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും.